അങ്ങ് പറഞ്ഞത് കേരള പോലീസ് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു 100%. തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടുക കേരളത്തിൽ. നമ്മൾ തീവ്രവാദത്തിനെതിരാണ്, പക്ഷെ മതത്തിനെതിരാണ്. നമസ്കാരം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. LDF, UDF, NDA മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിനാൽ തന്നെ ഏറെ കൃത്യതയോടെയാണ് പാർട്ടികളുടെ ഓരോ കരുനീക്കങ്ങളും. ആവനാഴിയിൽ അവർ കരുതിയിരിക്കുന്ന അസ്ത്രങ്ങൾ ഏതൊക്കെയെന്ന് അന്വേഷിക്കുകയാണ് കാഴ്ചപ്പാട് എന്ന പങ്ക്തിയിൽ ക്യാബിനറ്റ് ചാനൽ. ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് BJPയുടെ മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി. 16 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ആയിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ മധ്യമേഖല അധ്യക്ഷൻ എന്ന നിലയിൽ ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് ചാനലിന് വേണ്ടിയിട്ട് ഈ അഭിമുഖം നമ്മൾ നടത്തുന്നത്. എന്തൊക്കെയായി BJPയുടെ സ്റ്റേറ്റ് ലെവലിൽ സംസ്ഥാനത്ത് മൊത്തവും മധ്യമേഖലയിലും തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഏത് ഘട്ടം വരെ എത്തി? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA അത് സുശക്തമായി നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സജ്ജമാണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഓഫീസുകൾ, ശക്തി കേന്ദ്ര എന്ന നിലയിൽ വരെയുള്ള ഓഫീസുകൾ വരെ സജ്ജമായി കഴിഞ്ഞു. നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാറാത്തതിനി മാറും. രാജീവ് ജി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം വന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിയാൽ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു വിജയം, ആ വോട്ടിംഗ് ശതമാനം മാത്രമല്ല, കാലങ്ങളായിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി വരികയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAയ്ക്കും. അപ്പം മാറാത്തതിനി മാറും, അതാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം. പല ഇലക്ഷനുകളിലും പല രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, ഓരോ ഇലക്ഷനും ഓരോ മുദ്രാവാക്യങ്ങളാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. ഇത്തവണ നമ്മൾ വെക്കുന്ന വികസനത്തെ മുൻനിർത്തി ഈ കാലങ്ങളിലൊക്കെ നടന്നിരുന്ന ചർച്ച വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നിട്ടുള്ളൂ. ആ ചർച്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ എല്ലാം മാറ്റിവെച്ച് എല്ലാവരോടുമൊപ്പം എല്ലാവർക്കുമൊപ്പം. മോദിജിയുടെ ഒരു വാക്യമുണ്ട്, എല്ലാവർക്കുമൊപ്പം എല്ലാവരോടുമൊപ്പം. അപ്പം വികസിത കേരളം എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് വികസിത കേരളം മാറാത്തത് ഇനി മാറും. അപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്നതിൽ അതിനൊപ്പം തന്നെ ഇപ്പം വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണ കേരളം, ഈ 3 കാര്യങ്ങളും മുന്നേ വെച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ ജനങ്ങളോട് നമ്മൾ ഇപ്പോൾ സമീപിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ BJP കേരള പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് 2 രാഷ്ട്രീയ ഇനി ആരാണ് BJPയിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുക. അതെല്ലാ വിഭാഗത്തിൽ നമുക്ക് ആലോചിച്ച് S. രാജേന്ദ്രൻ വന്നു, അജിത്ത് വന്നു, ആലപ്പുഴയിൽ നിന്ന് കിഷോർ ബാബു വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഓരോ ദിവസവും രാഷ്ട്രീയത്തിലും അല്ലാതെ പൊതുസമൂഹത്തിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിന്ന് അനവധി പ്രശസ്തരായ ആളുകൾ ഓരോ ദിവസവും BJPയിലേക്ക് കടന്നു വരിക. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമുക്കറിയാം, കേരളത്തിലെ ഈ സാംസ്കാരിക മേഖലയിലുള്ള നായകന്മാരെല്ലാം കൂടി പോയി ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ടു. ഏതാണ്ട് ഒരാഴ്ചയായുള്ളൂ. എന്താ, വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് കേരളം എന്നുള്ള പേര് ആക്കണം എന്നുള്ളത്. രാജീവ് ജിയുടെ ഒരു ഇടപെടൽ കൊണ്ട് കേരളം എന്നുള്ളൊരു പേരായി. ഇവിടുത്തെ മുഴുവൻ സാംസ്കാരിക ആളുകളും, സാംസ്കാരിക നായകന്മാർ ഒന്നിച്ചു പോയി പ്രധാനമന്ത്രിയെ കാണുന്നു. ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ ഒന്നിച്ചു പോയി പ്രധാനമന്ത്രിയെ കാണുന്നു. അങ്ങനെ വികസനത്തിൻ്റെ ഒരു പുതിയ പന്ഥാവ് വെട്ടി തുറക്കാനുള്ള ആ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നെറേറ്റീവാണ് NDA അല്ലെങ്കിൽ BJP മുമ്പോട്ട് വെക്കുന്നത്. ഈ മാറാത്തത് മാറും എന്ന മുദ്രാവാക്യം, ഈ മുദ്രാവാക്യമായി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, ഏതൊക്കെ മേഖലകളിലാണ് മാറേണ്ടത്, ഏതൊക്കെ മേഖലകളാണ് മാറേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാട് BJPക്ക് ഉണ്ടാവും. എന്താണ് ആ കാഴ്ചപ്പാട്? അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ കാർഷിക മേഖല, ഉദാഹരണത്തിന് എൻ്റെ മേഖല പെടുന്നതാണ് കുട്ടനാട്. അങ്ങനൊരു ഉദാഹരണം മാത്രമേ, അങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രമേ പറയാൻ നമുക്കിവിടെ സമയമുള്ളൂ. കുട്ടനാട് പാക്കേജ്, കോടാനുകോടി രൂപയാണ് കുട്ടനാട് പാക്കേജിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നും 365 ദിവസവും അവിടെ കുടിവെള്ളം ടാങ്കറിലോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ട, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് വെള്ളം കാശ് കൊടുത്തു മേടിക്കേണ്ട ഗതികേടിൽ അവിടുത്തെ പാവപ്പെട്ടവൻ പണിക്ക് പോയിട്ട് വൈകിട്ട് വന്ന് ആ പൈസയിൽ നിന്ന് നീക്കി വെച്ചിട്ട് വേണം കുടിവെള്ളം മേടിക്കാൻ.
കുടിവെള്ളം പോലും നിഷേധിക്കുന്നത് നമുക്ക് നേരിട്ട് ഈ വേറെങ്ങും പോകണ്ട, കോട്ടയത്തിനടുത്തുള്ള ഈ കുട്ടനാട്ടിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ അതിനകത്ത് ഇലക്ഷൻ ക്രമീകരണങ്ങളൊന്നുമല്ല, നമ്മളെ അതിനകത്ത് ആ കാര്യത്തിൽ മുൻകൈ എടുത്തത് നമ്മുടെ രാജേട്ടൻ, കുമ്മനം രാജേട്ടനാണ്. കുമ്മനം രാജേട്ടനാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത്. 6 തവണയാണ് വിവിധങ്ങളായ കേന്ദ്ര സംഘം അവിടെ പഠനം നടത്തിയത്. ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ, അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് അവിടുത്തെ പാടശേഖരങ്ങളുമായി ബന്ധപ്പെടുത്തി, അവിടുത്തെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെടുത്തി, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലപ്പെടുത്തിയിട്ടുള്ള ഇതാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വികസനം എന്ന് പറയുന്ന ഒരു പൊള്ളയായ ഒരു കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ റോഡിൻ്റെ കാര്യം എടുത്താലും, ഇപ്പോൾ വീടുകളുടെ എത്രയോ ആളുകളുടെ വീടുകൾക്ക് നമുക്ക് കൊടുക്കാമായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, പ്രധാനമന്ത്രി ആവാസ് യോജന ഇവിടെ വന്നപ്പോൾ ലൈഫായി. പക്ഷേ ആ പ്രധാനമന്ത്രി ആവാസ് യോജന ആദ്യം ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, ആദ്യ സമയത്ത് പിണറായി വിജയൻ സെക്രട്ടറി ഇവിടെ അതിനുള്ള ആവശ്യമില്ല എന്നുള്ളൊരു സംഗതിയാണ് ആദ്യം കൊടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം അത് മാറി എല്ലാ സംസ്ഥാനങ്ങളിലും അത് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ തിരുത്തി കൊടുത്തു. പക്ഷേ അപ്പോൾ ഒരു സംഗതി വേണ്ടി വന്നു, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടി വന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നുകൊണ്ട് ഏറ്റവും കുറവ് സംഖ്യ വന്നത് കേരളത്തിലാണ്. അപ്പോൾ വീടുകളുടെ കാര്യം, കുടിവെള്ളത്തിൻ്റെ കാര്യം, അങ്ങനെ ഒരു ആരോഗ്യ മേഖല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കോട്ടയത്തല്ലേ ഒരാൾ മരിച്ചത്, ആശുപത്രി ഇടിഞ്ഞു വീഴുന്നു. ഇന്ന് ആശുപത്രി പോകേണ്ട ഒരാൾ ബക്കറ്റും പഞ്ഞിയും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളുമായി ആശുപത്രി പോകേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കായംകുളത്തെ ഒരു ആശുപത്രി ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവർ ആ ഡോറ് ചെരുപ്പിൻ്റെ വള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അവിടെ വലിയൊരു സൗധം പണിതിട്ടുണ്ട്, അവിടെ ഉദ്ഘാടകനെ കാത്തു നിൽക്കുക. അപ്പോൾ അങ്ങനെ പോലും ജനങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാ ആശുപത്രികളിലും എത്രയോ മരണങ്ങൾ, അനാസ്ഥ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ, ഇതെല്ലാം എല്ലാ മേഖലയിലും. ഇപ്പോൾ ഏത് മേഖല എടുത്തു നോക്കിയാലും നമുക്ക് അവഗണനയും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ഇന്ന് ഈ എന്താ പറയുക, ചില ശക്തികളെ, വർഗീയ ശക്തികളെ പ്രീണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇവിടുത്തെ സർക്കാരും ഇരുകൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ച് ഇന്ന് ഈ വികസനത്തിനല്ല ഇവർ ഊന്നൽ നൽകുന്നത്, മറ്റ് ചില കാര്യങ്ങളിലേക്കാണ്. ഈ പ്രീണനമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, വീടിൻ്റെ പ്രശ്നം പറഞ്ഞു, ആരോഗ്യരംഗത്തെ പ്രശ്നം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 10 വർഷം ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് വികസനത്തിൻ്റെ പീക്കിലെത്തിച്ചു എന്ന അവകാശവാദമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതും ഈ വലിയ വികസന പ്രവർത്തനങ്ങളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ വലിയ റോഡുകൾ, പാലങ്ങൾ, ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്ന് തന്നെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ്. അങ്ങനെ വലിയ പ്രോജക്റ്റുകൾ അവർ പറയുന്നുണ്ട്. അതേസമയം BJP ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ളം, അതായത് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇനിയും കേരളം സ്വയം പര്യാപ്തമായിട്ടില്ല എന്നാണോ BJPയുടെ കാഴ്ചപ്പാട്? യാതൊരു സംശയമില്ലാത്ത കാര്യമല്ലേ. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ ചാനലൊരു സർവേ നടത്തി നോക്കും, എത്രയോ വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വീടുകളുണ്ട്. കോളനി പ്രദേശങ്ങൾ, സാധാരണക്കാരൻ്റെ അവൻ്റെ വീട്, ഇവിടെ അതിദാരിദ്ര്യ അല്ലെങ്കിൽ ദാരിദ്ര്യമുക്ത കേരളമൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ എത്രയോ ആളുകളാണ് ഇന്നും ടാർപ്പായ കെട്ടി വിരിച്ച് കിടക്കുന്നത്. അവന് ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഒരു ഉദാഹരണം, നിങ്ങൾ പറയുന്ന പോലെ എല്ലാ മേഖലകളിലുമാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ മേഖലകളിൽ ഇടപെടുന്ന ആളായതുകൊണ്ട് പറയാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നാൽ ഇന്ന് അവൻ്റെ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് അവന് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം എല്ലാം മാറ്റിവെക്കുക, പണമില്ല, കമ്പനികൾക്ക് പണം കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളില്ല. ഒരു പനിക്ക് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ ചെന്നാൽ ഒരു പനിക്ക് പോലുമുള്ള മരുന്നാണ് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കണം. കാഞ്ഞിരപ്പള്ളി എന്നുള്ള ഞാൻ എടുത്തു പറഞ്ഞതല്ല, കോട്ടയം ആശുപത്രിയിൽ പോകാം, മെഡിക്കൽ കോളേജ്, ഏത് സർക്കാർ ആശുപത്രിയിൽ നിന്ന് അവന് വേണ്ട മരുന്നുള്ളത്. ഒരു സർജറി നടത്തണമെങ്കിൽ അവൻ്റെ നൂലും സൂചിയും വരെ മേടിച്ചു കൊടുക്കണ്ടേ ഇപ്പോഴും. അല്ലെങ്കിൽ ഈ സമയം, ഞാൻ ഈ പറയുന്ന ഈ സമയം, അല്ലെങ്കിൽ അവരതിന് അല്ല എന്ന് പറയട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. കേന്ദ്ര സർക്കാർ കോവിഡ് സമയത്ത് എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും നമ്മൾ ഓക്സിജൻ പ്ലാന്റ് കൊടുത്തു. ആലോചിക്കണം, കോവിഡ് സമയത്താണ്. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ അതൊന്ന്
പ്രാവർത്തികമാക്കാൻ പോലും, അതായത് അതിൻ്റെ ഒരു നടപടി നടത്താൻ സാധിച്ചിട്ടില്ല. മെഡിക്കൽ കോളേജിൽ സംഗതി എല്ലാം ഏർപ്പെടുത്തി, പക്ഷേ അത് കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? ചങ്ങനാശ്ശേരി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റൽ എടുത്ത് ഒരു ഓക്സിജൻ പ്ലാന്റ് സർക്കാർ കൊടുത്തിരിക്കുന്നു. അത് പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഈ കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് നടക്കുന്നില്ല. അതിപ്പോൾ നോക്കുകുത്തിയായിട്ടിരിക്കുക. ഇപ്പോൾ തൊടുപുഴ ആശുപത്രിയിൽ പോയാൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതാണ്, അവിടെയും നടക്കുന്നില്ല. അപ്പോൾ ആരോഗ്യ മേഖല, ഇപ്പോൾ ഉദാഹരണത്തിന് ഏത് ആശുപത്രികളിലെല്ലാം തന്നെ റെഫറൽ ആശുപത്രി, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരാൾ വരുന്നു, ഇപ്പോൾ നമുക്കറിയാം ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ആശുപത്രിയാണ്, അവിടെയാണ് എല്ലാം നടക്കേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ വരുന്ന സമയത്ത് എന്താ, ഒരു കൈ ഒടിഞ്ഞ ഒരാൾ വരുന്നു, സങ്കല്പിക്കുക. അയാൾ വരുന്ന സമയത്ത് ഒന്നുകിൽ സർജൻ കാണും, അപ്പോൾ അനസ്തേഷ്യയില്ല, അനസ്തേഷ്യ ഉണ്ടെങ്കിൽ സർജനില്ല. ഇവരെല്ലാവരും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ സംബന്ധമായ ഒരു ഹാർട്ട് പേഷ്യൻ്റ് വന്നാൽ അവിടെ ഒരു ഹൃദ്രോഗ വിദഗ്ധനില്ല. അപ്പോൾ അവർക്കൊക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പോൾ എരുമേലി ആശുപത്രി എടുത്തു, അവിടെയും ഇതാവസ്ഥ. അപ്പോൾ ശബരിമലയിൽ നിന്നൊരു അപകടമുണ്ടായാൽ കോട്ടയം മെഡിക്കൽ കോളേജ് വരണം. എത്ര കാലമായി നടക്കുന്നു. അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ അവന് ജീവൻ കിട്ടും, കാശുണ്ടെങ്കിൽ ഇന്നും അവന് ട്രീറ്റ്മെൻറ്റ് നടത്തും. ഇതാണ് ആരോഗ്യ മേഖലയിലെ മാത്രം അവസ്ഥ. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈ പറയുന്ന ഇവരുടെ ഈ പൊള്ളയായ ഈ പ്രചരണങ്ങൾ, ഇപ്പോൾ റോഡിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. റോഡിൻ്റെ കാര്യം നമുക്ക് ഇവർ വെളിവാകട്ടെ, എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ പണം, ഏതൊക്കെയാണ് പണം. ഇഷ്ടംപോലെ റോഡുകൾ നല്ല ഇതിനു മുമ്പ് എല്ലാ സർക്കാരുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ എല്ലാം ഫ്ലെക്സുകൾ വെക്കുന്നുണ്ട്. എത്ര കാലം, ഇപ്പോൾ ആലപ്പുഴ അല്ലേ ആ റോഡ്, ആലപ്പുഴ ആ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ ഹൈവേകൾ, ഈ ഹൈവേകളുടെയൊക്കെ കോടാനുകോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ളത്, നിർലോഭമായി കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു വലിയ രീതിയിലുള്ള ഒരു വികസനം സ്വന്തം വികസനമാക്കി ഫ്ലെക്സ് വെക്കാം എന്നുള്ളതിനപ്പുറം ഇപ്പം തന്നെ എന്തെങ്കിലും തരത്തിൽ ഇത് നടന്നു പോകുന്നത്, ആരോഗ്യ മേഖലയിൽ നടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത് നടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങ് ഇപ്പോൾ പണത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളം വലിയ തോതിലുള്ള കടമെടുപ്പ് നടത്തിയിട്ടുണ്ട്. വികസനത്തിനാണെന്നാണ് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് കാര്യത്തിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന എന്നും പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക കാര്യത്തിൽ വലിയ അവഗണനയാണ്, നൽകാനുള്ളത് തന്നെ നൽകുന്നില്ല, കടമെടുക്കാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. കിഫ്ബി വഴി വലിയ തോതിൽ ഗവൺമെൻറ് കടമെടുത്തിരിക്കുന്നു. വലിയ ഒരു കടഭാരത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ്. അതൊക്കെയും വികസനത്തിൻ്റെ പേരിലാണ് എന്ന്. ഇത് ഈ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്നാണോ BJP ഇതിനെ കരുതുന്നത്? അല്ല, ഇത് ഈ കടമെടുത്തു എന്ന് പറയുമ്പോൾ ഇവരെന്താ ചെയ്യുക? എവിടെയാണ് ഈ പണം ചെലവാക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഇന്നത്തെയും പ്രധാന വാർത്ത ഏതാ? ഒരു വലിയ ഞാൻ ഉദാഹരണം പറഞ്ഞ സംഗമം നടത്തി, അല്ലെങ്കിൽ മറ്റ് വലിയ പരിപാടികൾ, സർക്കാരിൻ്റെ പബ്ലിസിറ്റി പരിപാടികളൊക്കെ നടത്തുന്നു. ഇതിനൊക്കെ പണം ഉണ്ടാവാം. അല്ലെങ്കിൽ പ്രത്യേക ആളുകളെ പാക്കേജ്, അങ്ങനെ അവരുടെ ധൂർത്തിൻ്റെ ഭാഗത്തുനിന്ന് പണം ഉണ്ടാവാം. ഞാൻ വെല്ലുവിളിച്ച് ഇവിടുത്തെ സർക്കാരിനോട് ചോദിക്കുക, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ ഇവരുടെ എല്ലാവരും ഒരുമിച്ച് ഭരിച്ച സമയമുണ്ട്, UPA സർക്കാർ ഒന്നിച്ച് ഭരിച്ച സമയമുണ്ട്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഇത്രയും കാലഘട്ടങ്ങളായി നൽകിക്കൊണ്ടിരുന്ന പണം, ഈ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുള്ള ഇവിടുത്തെ ഓരോ ഫണ്ട് എന്തുമായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലാണേലും ഓരോ മേഖല അനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവരുടെ ഇത്രയും MLA-മാരും മന്ത്രിമാരും MP-മാരും ഉണ്ടായിരുന്ന സമയത്ത് കിട്ടിയതിൻ്റെ 10 ഇരട്ടി, ഞാനിവിടെ ഇരുന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 10 ഇരട്ടി പണം ഈ കേരളത്തിന് കൊടുത്തിട്ടുണ്ട് ഓരോ തരത്തിലും. പിന്നെ ഇപ്പോൾ ഏത് വിഷയം പറഞ്ഞാലും ഇപ്പോൾ പമ്പ ക്ലീനിങ് പദ്ധതിയാണ്, പമ്പയ്ക്ക് വേണ്ടി കൊടുത്ത് ആദ്യത്തെ ഇത് ചിലവായി കഴിയുമ്പോൾ അവിടെ ചോദിക്കും, കണക്ക് വേണം. ഒരു പദ്ധതിക്ക് വേണ്ടി പണം കൊടുക്കും, അതിനുശേഷം എന്തുകൊണ്ട് പണം മേടിച്ചില്ല, എന്തുകൊണ്ട് കണക്ക് കൊടുക്കുന്നില്ല? ഓരോ വിഷയത്തിലും സോഷ്യൽ ഓഡിറ്റ് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ ഓഡിറ്റ് നടത്തി എന്തുകൊണ്ട് ഇവിടുന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ വക മാറ്റി ചെലവഴിക്കും. ഞാൻ ഏറ്റവും ജനങ്ങളെ ബാധിക്കുന്ന മുമ്പ് ഞാൻ സൂചിപ്പിച്ച കുടിവെള്ള പദ്ധതിയുടെ 60% പൈസയും കേന്ദ്ര സർക്കാർ കൃത്യമായി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും കരാറുകാരെല്ലാം പണം ഇട്ടിട്ട് പോവുക. ഇതിനകത്തുനിന്ന് പോലും പണം ഡൈവേർട്ട് ചെയ്യുക. ഈ 40% കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഡൈവേർട്ട് ചെയ്യുക.
ഇതാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. എവിടെയാണ് ജൽജീവൻ മിഷൻ പദ്ധതിയുമായി നിങ്ങൾ പാലായിലേക്ക് വന്ന് നോക്കി, അല്ലെങ്കിൽ വലിയ ഇത് ഇട്ടിരിക്കുക, എല്ലാവരും ഇട്ടിട്ട് പോയി. കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പമാണോ? ഇവർ പറയട്ടെ, കേന്ദ്ര സർക്കാരിൻ്റെ പണം കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ പദ്ധതി നടപ്പാക്കാത്തത്. ഈ വികസനത്തിനെതിരെ ഈ മുഖം തിരിഞ്ഞു നിൽക്കുക. ഇതിനെതിരെ പ്രതിപക്ഷത്തിനും യാതൊരു പ്രശ്നവുമില്ല, ഭരണപക്ഷത്തിനും പ്രശ്നമില്ല. ഇതൊന്നും കാണുന്നില്ല. ഞാൻ ചോദിക്കുന്ന കോടാനുകോടി രൂപയുടെ പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഇവിടുത്തെ സാധാരണക്കാരന് വെള്ളം കൊടുക്കാനുള്ള, കുടിവെള്ളം കിട്ടാനുള്ള പദ്ധതിയാണ്. അതിന് പോലും മുടക്കാൻ പണമില്ല. കേന്ദ്ര സർക്കാർ നൽകാഞ്ഞിട്ടാണോ? ഇപ്പോൾ കോവിഡ് കാലത്തെ സമയത്ത് സൗജന്യമായി ഇപ്പോൾ ഇവർ കിറ്റ് കൊടുത്തു എന്ന് പറയുന്നല്ലോ, അതിൻ്റെ ഓരോ ഇഴയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ആ ധാന്യങ്ങൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. അത് വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുമ്പോഴും എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ? കേരള സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാൻ തയ്യാറാവണ്ടേ? അപ്പോൾ ഈ ഒരു മിസ്മാനേജ്മെൻറ്റ്, കാഴ്ചപ്പാടില്ലാത്ത ഭരണ നേതൃത്വമാണ് ഇവിടുത്തെ ഈ കേരളത്തെ ഇത്തരത്തിലേക്ക് പിന്നോട്ടടിച്ചിരിക്കുക. കേരള വികസനം എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും കുറച്ച് ഒരു ലൈറ്റ് ഇടുക, അല്ലെങ്കിൽ ചെറിയ വഴികൾ നടത്തുക, അല്ലെങ്കിൽ വഴികളുടെ കാര്യം, ഇതല്ല ഒരു വികസനം. ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ വികസനം എന്നുള്ളത് അതല്ല. നരേന്ദ്രമോദി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ വലിയ കാഴ്ചപ്പാടോടുകൂടി കേരളം നില എല്ലാ സ്ഥലത്തും ഒരുപാട് കണ്ടുകൊണ്ട് ഭാരതത്തിൽ വലിയ പദ്ധതികളും പരിപാടികളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയിൽ ആകൃഷ്ടരായിട്ടാണല്ലോ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഈ വരുന്ന ജനസഞ്ചയം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ ഇവിടുത്തെ നറേറ്റീവ്, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവ്, അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. ആ നറേറ്റീവ് ഇപ്പം ഈ ഇസ്രായേലിലെ വിഷയം ഞാൻ ഉദാഹരണം പറയുക. ഇവിടെ വലിയ ഇഷ്യൂ ആണ്. പക്ഷെ ഇവരെന്തുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പറയുന്നില്ല? എവിടെയെങ്കിലും ഇത് പറയുന്നുണ്ടോ? ഇപ്പം രാഹുൽ ഗാന്ധി ഈ വിഷയം ടേക്കപ്പ് ചെയ്തെന്ന് പറയുന്നുണ്ട്. എവിടെ? ഈ കേരളത്തിൽ വന്നല്ലാതെ എവിടെയാണ് അദ്ദേഹം ഇത് പറയുക? ഇവിടുത്തെ CPM ഇവിടെ മാത്രമാണ് പറയുന്നത്. ഇസ്രായേലിലുള്ളൊരു മനുഷ്യരല്ലേ? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പലതവണ ആ വിഷയം ഉന്നയിച്ചല്ലോ. ആ മനുഷ്യരും മരിക്കുമ്പോൾ മനുഷ്യരല്ലേ? മറ്റ് സ്ഥലങ്ങളിൽ കലാപം നടക്കുമ്പോൾ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ദീപം തെളിയിക്കുന്നവർ, ഇസ്രായേലിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ദീപം തെളിയിക്കുന്നില്ല? അവരും മനുഷ്യരല്ലേ? ഈ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വലിയ അനുഭവമാണ് ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ വികസനത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതുൾപ്പെടെയുള്ള ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രണ്ടാമത്തെ കാര്യം സുരക്ഷിത കേരളം എന്ന ഇതാണ്. കേരളത്തിൽ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്നാണ് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം. ഒരു വിധത്തിലുമുള്ള ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്ത, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ക്രമസമാധാന നില വളരെ ഭദ്രമായൊരു സംസ്ഥാനം എന്നാണ് അവകാശപ്പെടുന്നത്. എന്താണ് സുരക്ഷിത കേരളം എന്ന ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സുരക്ഷിത കേരളം എന്ന്? തീവ്രവാദ ശക്തികൾ അഴിഞ്ഞാടുക കേരളത്തിൽ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനത് ആദ്യമായിട്ടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി DYSPയുടെ കീഴിൽ, കാരണം എനിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും പോലീസ് ചെയ്യുകയും ഒക്കെ ചെയ്ത സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. കാഞ്ഞിരപ്പള്ളി DYSPയുടെ കീഴിൽ, അത് മാത്രം എടുക്കാം. ഇപ്പം നമ്മളിവിടെ കാഞ്ഞിരപ്പള്ളി DYSPയുടെ കീഴിലാണല്ലോ ഇരിക്കുന്നത്. എല്ലാ സ്റ്റേഷനുകളിലും സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരാരൊക്കെയാണ്? യാദർച്ഛികമാണോ ഒരു വിഭാഗത്തിൽ നിന്നും മാത്രമുള്ള ആളുകളാകുന്നത്? എൻ്റെ ഒരു സംശയമാണ്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുക, കാഞ്ഞിരപ്പള്ളി നിന്ന്, ഇവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. റംല എന്ന് പറയുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കും. ആ ഒരു വിഷയം ഉണ്ടായി. PDP അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്ന് അവരെ അവിടുന്ന് ശിക്ഷാ നടപടിയായി പീരുമേട്ടിലേക്ക് മാറ്റി. ഇപ്പോൾ അവരെ വീണ്ടും കാഞ്ഞിരപ്പള്ളി DYSP ഓഫീസിൽ വെച്ചിരിക്കുന്നു. ആ വിഷയം ഞാൻ ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ഇവിടുത്തെ തീവ്രവാദികളെല്ലാം കൂടെ എൻ്റെ പടം പരസ്യപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ, എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ പറയുന്ന ന്യായം എന്താണെന്നറിയാം? ഇപ്പം സ്റ്റേഷനിലിരുന്ന സ്റ്റേഷൻ റിപ്പോർട്ടുകൾ പോവും. അതുകൊണ്ട് ഇവിടെയാണ് 7 സ്റ്റേഷനിലെ വിവരങ്ങൾ. നമുക്ക് സംശയമുണ്ട്.
ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഇപ്പോൾ ഉദാഹരണത്തിന് ഈരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ പശ്ചിമഘട്ടത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവിടെയെല്ലാം എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി ഇവിടെ ഈരാറ്റുപേട്ടയിൽ എന്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അവിടെ പ്രത്യേക സംവിധാനം വേണമെന്ന് അതൊക്കെ അട്ടിമറിച്ചില്ലേ? ഇവിടുത്തെ 2 രാഷ്ട്രീയക്കാരോട് കൂടി അട്ടിമറിച്ചില്ലേ? ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കോട്ടയത്തെ നിവാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് അട്ടിമറിച്ചു. അപ്പോൾ ഈ ഇരിക്കുന്ന സ്റ്റേഷനിലുള്ളവരൊക്കെ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ യാദർച്ഛികമായിട്ടാണോ ആയത്? എനിക്ക് സംശയമുണ്ട്. എനിക്കതിനകത്ത് വലിയ സംശയമുണ്ട്. ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരിയിലെ ബൈജു എന്ന് പറയുന്ന അദ്ദേഹം ബൈജു ആണെങ്കിലും അദ്ദേഹത്തിന് ശിക്ഷാ നടപടികൾ നേരിട്ട ഒരാൾ, അതായത് പച്ച വെളിച്ചം എന്നാണ് അദ്ദേഹം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തന്ത്രഗതിയിൽ വീണ്ടും വന്നു. ഇതൊക്കെ യാദൃച്ഛികമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. പാറത്തോടൊരു വിഷയമുണ്ടായി. ഞാൻ ചെല്ലുന്ന സമയത്താണ് ആ വിഷയം ഉണ്ടായത്. ആ വിഷയം ഉണ്ടാകുന്ന സമയത്ത് പിറ്റേ ദിവസം സ്റ്റേഷനിലേക്ക് വരുന്നത് അവിടുത്തെ CPM-ൻ്റെ നേതാക്കന്മാരുമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഏത് തരത്തിൽ ഇതിനെ വിശ്വസിക്കണം? ഇപ്പോൾ എല്ലാ മേഖലയിലും നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ ഞാൻ പറയട്ടെ, ജി സുധാകരൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുക അദ്ദേഹം മനസ്സ് മടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. കിഷോർ ബാബു ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് വിടുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കണ്ടേ? ആലപ്പുഴയിൽ എവിടെ എത്തി നിൽക്കുന്നു ഇരുകൂട്ടരുടെയും രാഷ്ട്രീയം? ആരെയാണ് പ്രീണിപ്പെടുത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് വിടുപണി ചെയ്യുന്നത്? ഇത് ഈ കേരള സമൂഹം തിരിച്ചറിയും. അതാണ് എല്ലാവർക്കും ജീവിക്കണം. സുരക്ഷിത കേരളം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ക്രമസമാധാന നില കാര്യം പറഞ്ഞാൽ 3 ദിവസം മുന്നെയാണ് തലക്കടിച്ചൊരു ക്ഷേത്രത്തിൽ ഒരാളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത അക്രമങ്ങൾ ബാക്കി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജസ്ന എരുമേലിയിലെ ജസ്ന എവിടെയാണെന്ന് ഇവിടുത്തെ പോലീസിന് പറയാൻ പറ്റും? എരുമേലിക്കാരിയാണ് ജസ്ന. എവിടെ? തുന്ന് കാണാതായ അങ്ങേക്ക് അറിയാവുന്ന ഒരു ദമ്പതികൾ കാർ ഉൾപ്പെടെ കാണാതെ പോയി. എവിടെ? ഇനി മരിച്ചെങ്കിൽ മരിച്ചെന്ന് പറയണം. എവിടെയുണ്ട്? അപ്പം ഞാൻ ഇവിടുത്തെ പോലീസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കല്ലറങ്ങാട്ട് പിതാവിന് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് ഞാൻ അന്ന് ഒരു പ്രസംഗം നടത്തിയായിരുന്നു. സത്യസരണിയിലേക്ക് കയറി ചെല്ലാൻ ഇവിടുത്തെ പോലീസിന് ധൈര്യമുണ്ടോ? ഞാൻ ചോദിച്ചൊരു ചോദ്യം. അന്ന് രാത്രിയിലാണ് എൻ്റെ വീട്ടിൽ ഇവർ ആക്രമിച്ച് കയറിയത്. അപ്പോൾ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പോലും ഇപ്പം നിൽക്കാൻ മേലാത്ത അവസ്ഥയിലാണ്. നമ്മളെ മുണ്ടക്കയത്ത്, അതായത് പാലക്കാടെ ഒരു ഭീകരവാദിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളിനെ പ്രതിയെ പിടിക്കുന്നത് മുണ്ടക്കയത്തുനിന്നാണ്. 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തെന്ന് മുണ്ടക്കയത്തുനിന്നാണ്, നമ്മുടെ ഈ മൂക്കിൻ തുമ്പത്തുനിന്നാണ്. അപ്പോൾ ഈ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സുരക്ഷിത കേരളം എല്ലാവർക്കും ജയിക്കണം എന്ന് നമ്മൾ പറയുന്നത്. നമ്മളതാ പറഞ്ഞ വികസിത കേരളം, അല്ലെങ്കിൽ വികസന കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ കേരളം. ഞാനൊരു വിശ്വാസിയാണ്. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് എല്ലാവരും വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ആ സ്വർണം എവിടെ? പറയണ്ടേ? ഇരുകൂട്ടരും. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രസ് മീറ്റ് നടത്തി. അന്ന് ഞാൻ പറഞ്ഞു ഇത് കോൺഗ്രസുമായി ബന്ധമുണ്ട്, ഇന്ന ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ചാനലിനെ കൊണ്ട് എനിക്കതിനകത്ത് ബന്ധമുണ്ട്, ഞാനാണ് ഇളമ്പള്ളിയിൽ പോറ്റിയെ കൊണ്ടുവന്നത്, പോറ്റിയുമായി എനിക്കുള്ള ബന്ധം, പോറ്റി എന്നെ നിരന്തരം വിളിക്കുന്നു, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് DSPക്ക്. ഈ പോറ്റിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നമുക്ക് വിശ്വാസ സംരക്ഷണത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് കേരള പോലീസ് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു 100%. ഒന്ന് അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? അതായത് മറ്റൊരാരോപണവും കൂടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരള പോലീസ് RSS വൽക്കരിക്കപ്പെട്ടു എന്നൊരാരോപണം വേറെ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എങ്ങനെ കാണുന്നു ഇതിനെ? RSS വൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇടം വരം തിരിയാതെ കേസുകളുടെ പാലാ കോടതി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സംഘർഷം നടക്കും. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ പോലെ ഒരു ഉദാഹരണം ഞാനും തിരിച്ചു പറയും. പാലായിൽ നിരന്തര ഞങ്ങൾ 67 ദിവസം 70 ദിവസം റിമാൻഡിലാണ്. നിരന്തരമായിട്ട് നമ്മുടെ BJP അല്ലെ സംഘപരിവാർ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. സംഘർഷം CPM-ഉം RSS-ഉമായിട്ടാണ്. പക്ഷെ ഒരൊറ്റ CPM-ലെ ആൾ പോലും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അവർ മുൻകൂർ എടുക്കുന്നു. അറസ്റ്റ് ചെയ്ത് അകത്തേക്ക് പോകുന്നത് മുഴുവൻ വീടുകളിൽ അവർക്ക് കിടന്നുറങ്ങാൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞ പോലെ. പിന്നെ അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഇസ്ലാമവൽക്കരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല. ഇപ്പം എനിക്കെതിരെ ഒരു ഭീഷണി ഇപ്പോൾ അതും മാറ്റിയെടുത്തിട്ടുണ്ട്. ഈരാറ്റുപേട്ട ഇന്ന് രാത്രിയിൽ എന്നെ ഫോൺ വിളിക്കുന്നു, കർശനമായി എൻ്റെ കാല് വെട്ടും, അങ്ങനെ നിരന്തരമായ
ഫോൺ നമ്പർ നമുക്ക്, ബാക്കിയൊക്കെ നെറ്റ് കോളിൽ നിന്നാണ് വിളിക്കുന്നത്. ഒരു കോളിൽ നിന്ന് വിളി വരുന്ന സമയത്ത് ഞാനത് ഫോൺ നമ്പർ അടക്കം പോലീസിൽ പരാതി കൊടുത്തു. അവർ കേസെടുത്തു. എന്താ എടുത്തത്? 120O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പോലും ചെല്ലേണ്ട ജാമ്യം കിട്ടും. അതാണ് വകുപ്പ്. അയാളെയാണ് NIA കസ്റ്റഡിയിലേക്ക് പോയി അതിന് ശേഷം ഉണ്ടായത്. ഈ പോലീസ് അന്ന് കണ്ണടച്ചു. ഒന്ന്, ഇപ്പോൾ ആ 120Oയും കേസില്ല. നമുക്ക് വേണേൽ പ്രൈവറ്റ് കംപ്ലയിൻറ്റുമായിട്ട് പോകാം. വേറൊരു ഉദാഹരണം ഞാൻ പറയാം പോലീസിലെ കാര്യം. ഈ നമ്മുടെ ചാവമ്പാലിൽ നിന്ന് ഒരു നേതാവ്, ഈ ഞാൻ മുമ്പ് പറഞ്ഞ റംല എന്ന് പറയുന്നവർക്ക് നടപടിയെടുത്ത് വലിയ ചാനലിൽ വലിയ വാർത്തയുണ്ടായ സമയത്ത് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. എനിക്കെതിരെ പോസ്റ്റ് ഇടുമ്പോൾ എൻ്റെ ഒരു പടം ബാക്കിൽ വെച്ച് കേരളം മൊത്തം കാണാക്കാത്ത രീതിയിൽ ഒരു പോസ്റ്റായിട്ട് ഞാനത് പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. സ്റ്റേഷനിൽ കൊടുത്തിട്ട് 7 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഞാൻ വിളിച്ച് ചോദിക്കുമ്പം ആ കേസൊക്കെ പരിഹരിച്ചു. ഞാൻ പറഞ്ഞു വാദി ഞാനാ എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. ഇരു കൂട്ടരെയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ മത സൗഹാർദ്ദം തകരും, ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഈ പോസ്റ്റ് എപ്പോഴും നിൽക്കുക. ഞാനത് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ് വെളിയിലിറങ്ങി വന്ന സമയത്ത് ആ പോസ്റ്റ് ഡിലീറ്റായി. ഞാൻ കൊടുത്ത പരാതി ഞാനറിയാതെ അവിടെ പരിഹരിക്കുന്നു. എൻ്റെ പടം ഞാനറിയാതെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നു. എവിടെയാണ് നമുക്ക് നീതി കിട്ടുന്നത്? എന്താണ് ഇവിടുത്തെ സംഭവം? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് മാത്രമല്ല, നമ്മുടെ വാഗമൺ, വാഗച്ചുവട്, മൂന്നാർ ഈ മേഖലയിൽ ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ട ആ മലനിരകൾ എടുത്തു കഴിഞ്ഞാൽ ട്രക്കിംഗ് ആയിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും അവിടെ വന്ന് കുറേ ഈ വാഗമൺ, വാഗച്ചോട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. ഇവിടേക്ക് ആരൊക്കെയാണ് വന്ന് താമസിക്കുന്നത്? ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ കാഞ്ഞിരപ്പള്ളി പാലാടി SPA അതുപോലെ തന്നെ SP ഒക്കെ ഒരു ദിവസം ഞാൻ ചില സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് അവിടെയൊന്ന് അന്വേഷിക്കാം. അവർ ചെന്ന് പക്ഷേ അവർക്ക് കയറാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ തെളിയിച്ചു കൊടുക്കാം. IB അടക്കമുള്ള ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവർ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. പൊതുജനം നമ്മളോട് പറയാൻ തയ്യാറാണ്, പക്ഷേ പോലീസിനോട് പറയാൻ തയ്യാറാകുന്നില്ല. ആ വിശ്വാസ്യതയാണ് പോലീസിൻ്റെ പോയത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തരത്തിൽ, അതായത് ജോസഫ് ഈ നമ്മുടെ ഗാന്ധി ഒരു ദിവസം നമ്മുടെ കുമ്മനത്ത് പള്ളിയിൽ നിന്ന് പല രേഖകളും കൊണ്ട് നമ്മുടെ ഒരു SI വരിക, അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് മുമ്പ് ആ രേഖകൾ മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ ഈ കോട്ടയത്ത് നടന്ന കാര്യങ്ങളാണ്. ഈ വിളിച്ചോട്ടെ എത്രയോ ഈ പോലീസിലെ ഇസ്ലാമികവൽക്കരണം ഭരണ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. എന്നെ സംശയിക്കുന്നത് നിയന്ത്രിക്കുന്നവരല്ലേ? ഇത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇന്നിപ്പോൾ ഒരു വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട്. നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ശാലുമേനൊരു ഇത് പറഞ്ഞിട്ടില്ലേ, അവർ ജയിലുകളിൽ മതം മാറ്റത്തിന് നിർബന്ധിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഏത് മേഖല? ഇത് അതുതന്നെയല്ലേ നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്. ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിച്ചു, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച്. ഇതൊക്കെ ഞാൻ നേരത്തെ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയും. ആ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചോ ലവ് ജിഹാദിനെ കുറിച്ചോ പറയാം. അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തപ്പോൾ ഈ പറയുന്ന VD സതീശനോ ഒരാൾ പോലും മിണ്ടിയിട്ടില്ല. കേസെടുക്കണമെന്നാണ് പറഞ്ഞത്. ആരെ തൃപ്തിപ്പെടുത്താനാ ഇത് പറഞ്ഞത്? ഒന്നാലോചിച്ച് നോക്കി. നമ്മൾ കൂടെ മേലേക്കെങ്ങും പോകണ്ട. നമ്മുടെ ഈ കോട്ടയം ജില്ലയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിലെ അവസ്ഥ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ എങ്ങനെ വോട്ട് വാങ്ങാം? മനുഷ്യൻ്റെ ജീവിത നിലവാരമോ സാഹചര്യമോ ഒന്നുമല്ല ഇവിടെ നമ്മൾ ആൾക്കാർ മൈൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരതൊന്നും അല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രീണനം ആ രാഷ്ട്രീയമാണ്. അപ്പോൾ നമ്മൾ കാണുന്നതിനും അപ്പുറം കേരളത്തിൽ ഒരു ഇസ്ലാമിക് തീവ്രവാദം ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നാണോ പറയുന്നത്? അവരുടെ കയ്യിലാണ്, യാതൊരു സംശയവും വേണ്ട. ഇതറിയാമല്ലോ. ഇതറിയാഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിക്ക് അറിയാം, ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങൾക്കും അറിയാം. കേവലം ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ. പല മേഖലകളിലും ഈ ഇത് പറയുന്നുണ്ട്. സാമ്പത്തിക മേഖലയിൽ പിന്നെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സാമ്പത്തികമായ ഒഴുക്കുണ്ട്. സിനിമാ മേഖലയിൽ അതിൻ്റെ ഇതുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങ് പറയുന്നത് ഭരണതലത്തിൽ തന്നെ അതിൻ്റെ സ്വാധീനമുണ്ട്. ഇതെല്ലാം ഭരണതലമില്ലാതെ നടക്കില്ല. ഞാൻ തന്നെ ഏതാണ്ട് 60-62 പരാതികൾ എൻ്റെ ഇപ്പോൾ കോപ്പിയുണ്ട്. നിരവധിയായിട്ടുള്ള ഇഷ്യൂസ് കാണിച്ചിട്ടുണ്ട്. ഈ കോട്ടയം ജില്ലയിലെ മാത്രം
അല്ലെങ്കിൽ നമുക്കെതിരെയോ എനിക്കെതിരെ ഞാൻ ഈ വിഷയത്തിൽ പലവിധ ഭീഷണികൾ, അതായത് വധഭീഷണി അടക്കം വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കൃത്യമായി അത് SP DGP അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിക്കത്തോളം എൻ്റെ സ്വന്തം പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കൊടുത്ത പരാതി ഞാൻ അറിയാതെ പരിഹരിച്ചു.